ഇത് നമ്മുടെ നാട്ടിലൊരു ഓട്ടോറിക്ഷ ആട്ടോ പോണത്. ഡീസലാപ്പ എന്നൊക്കെ പറയും. ബീഹാറിലെ ഒരു നാഷണൽ ഹൈവേയിൽ ഞങ്ങൾ കണ്ട കാഴ്ചയാട്ടോ. വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. ആ വണ്ടിയെ ജംഗ്ഷനിൽ കിടന്നപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു സേർട്ട് പഠിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ആ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് വരുന്നവരെ ഞാൻ മിണ്ടാതെ ഇങ്ങനെ വെയിറ്റ് ചെയ്തു. ഏതാണ്ട് ഒരു 20 ചാക്ക് ഉരുളക്കിഴങ്ങുണ്ട്, ഒരു 5-6 ചാക്ക് നാരങ്ങയുണ്ട്, ഒരു 2-3 ചാക്ക് തണ്ണിമത്തങ്ങയുണ്ട്, പിന്നെ ഒരു 10-15-25 കിലോ തൂക്കമുള്ള മതിയായി എടുത്താൽ പൊങ്ങില്ലാത്ത 10-20 കിലോ വാഴയ്ക്കുണ്ട്. അത്രേ കഴിച്ചിട്ടുള്ളൂ. ഞാൻ ഇത്രേ ചെയ്തോളുന്ന മറ്റേ രേവതി പറയാനുള്ള കിലുക്കത്തില് ഇത് നോക്കിക്ക മക്കളെ, ഇതിന്റെ സൈഡിലേക്ക് ഉള്ളിലേക്ക് അതെന്നാ പോണ. അതിന്റെ താഴെയുള്ള ബോക്സുകളൊന്നും ഞാൻ തക്കാളിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, 3 ആൾ മുമ്പിൽ ഇരിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. 1.5 ടൺ സാധനമാണ് ആ കയറി പോണത്. നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷക്കാരോട് പറഞ്ഞാൽ അവരെന്ത് പറയും? അപ്പോഴത്തേക്ക് അവർ ഒരു ചാക്ക് സിമെന്റ് കൊണ്ടുവരാമെന്ന് വെച്ചാൽ പറയും സിമെന്റിന് എക്സ്ട്രാ ചാർജ് ആട്ടോ. എനിക്ക് ഒരു ചാക്ക് ഫാക്ടം ബോസ് കൊണ്ട് തരാമോ? അയ്യോ, വളം വണ്ടിയെ കയറ്റില്ല. വളം വണ്ടിയെ കയറ്റി കഴിഞ്ഞാൽ മിനിമം ചാർജ് 30 രൂപ എന്നുള്ളത് സാഞ്ചേട്ടൻ എനിക്ക് 150 രൂപ തരേണ്ടി വരും. അതാണ് നമ്മുടെ നാട്ടിലെ ഓരോരോ ആചാരങ്ങളും, ഇവിടുത്തെ ഈ സെസ് ആചാരങ്ങളും.